നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവർത്തന മികവിന് വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സംസ്ഥാന കായകൽപ്പ് അവാർഡ്. KP പ്രഭാകരന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. കർക്കിടക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച നാലമ്പല ദർശനത്തിന് തൃപ്രയാറിൽ വൻ ഭക്തജന തിരക്ക്. വിശദമായ വാർത്തകളിലേക്ക്. വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കായകൽപ്പ് അവാർഡ്. സംസ്ഥാന കായകൽപ്പ് അവാർഡ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ് അവാർഡ്. ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മികച്ച ആശുപത്രികൾക്കാണ് കായകൽപ്പ് അവാർഡ് നൽകുന്നത്. ആശുപത്രികളിൽ ജില്ലാതല പരിശോധനയും പിന്നീട് സംസ്ഥാനതല പരിശോധനയും നടത്തി അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച ആശുപത്രികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നാം സ്ഥാനമായ 3 ലക്ഷം രൂപയ്ക്ക് CHC വലപ്പാട് അർഹത നേടി. അന്തിക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവും ചെത്തുതൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന KP പ്രഭാകരൻ്റെ 15ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. അന്തിക്കാട് ചടയമുറി സ്മാരകത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മരണം വരെയും ലാളിത്യമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു KP പ്രഭാകരനെന്നും ദീപ്തമായ ആ സ്മരണകളാണ് പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് ആവേശമെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം KP പ്രഭാകരനെ പോലെ ഒരു ഉയർന്ന കമ്മ്യൂണിസ്റ്റിനെ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുജ്വലനായ നേതാവിനെ, വർഗബോധത്തിൻ്റെ ഹരിശ്രീ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെ പഠിപ്പിച്ച തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ സമര നേതാവിനെ, പുതിയ തലമുറയിലെ എന്നെക്കാൾ കൂടുതൽ അനുസ്മരിക്കാൻ കഴിയുന്ന നിരവധി നേതാക്കൾ ഈ വേദിയിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ KP പ്രഭാകരൻ സ്മരണ ആരംഭിക്കുമ്പോൾ ഇപ്പോഴും കണ്ടെത്താത്തതും വേററിയാത്തതും വിധം ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒറ്റപ്പെട്ടു പോയ വയനാട്ടിലെ ചൂരൽമല ദുരന്തത്തിൽ ഇരയായ മുഴുവൻ പേരുടെയും ഓർമ്മകളുടെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഞാനിന്ന് പുലർച്ചെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി കഴിഞ്ഞ് ഇങ്ങോട്ടെത്തിയതേ ഉള്ളൂ. നേരത്തെ സുനിച്ചേട്ടനുമായി ഒരു ധാരണയുണ്ടാക്കിയതനുസരിച്ച് യോഗത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ അധ്യക്ഷനായി. CPI ദേശീയ കൗൺസിൽ അംഗങ്ങളായ CN ജയദേവൻ, KP രാജേന്ദ്രൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, CC മുകുന്ദൻ MLA, CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ, KP സന്ദീപ്, രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണൻ, M സ്വർണലത ടീച്ചർ, CPI ജില്ലാ കൗൺസിൽ അംഗം KK ജോബി, സജ്ന പർവീൻ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ എന്നിവർ സംസാരിച്ചു. നാലമ്പല തീർത്ഥാടനത്തിൻ്റെ അവസാന ഞായറാഴ്ച വൻ തിരക്ക് അനുഭവപ്പെട്ടു. മഴ ഒഴിഞ്ഞുനിന്ന ശനി, ഞായർ ദിവസങ്ങളിൽ വലിയ തിരക്കായിരുന്നു. പുലർച്ചെ 3 മുതൽ നീണ്ട വരിയുണ്ടായി. തൃപ്രയാർ പോളി ജംഗ്ഷൻ കഴിഞ്ഞും ഭക്തരുടെ വരി നീണ്ടു. പോലീസും സന്നദ്ധ പ്രവർത്തകരും തിരക്ക് നിയന്ത്രിക്കാനുണ്ടായി. പാർക്കിംഗ് ഗ്രൗണ്ടിലും ഹൈവേയിലും വാഹനങ്ങൾ നിറഞ്ഞു. വലപ്പാട് കോതകുളം സെൻട്രൽ ബൈക്കും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ചാമക്കാല സ്വദേശിനി പള്ളത്ത് വീട്ടിൽ മണികണ്ഠൻ ഭാര്യ ലിബിത, ബൈക്ക് യാത്രക്കാരായ വലപ്പാട് മുരിയാന്തോട് സ്വദേശി ചൗപുരയ്ക്കൽ സത്യൻ മകൻ മേഘരാജ്, വലപ്പാട് സ്വദേശി കുന്തറ വീട്ടിൽ ഷാജി മകൻ ശരൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽപ്പെട്ടവരെ തൃപ്രയാർ ആക്സ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചു. ഒരുമിക്കാം വയനാടിനായി എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് പണമയക്കാൻ ബോധവൽക്കരണം നടത്തി. CPM മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ
നേതൃത്വത്തിൽ കാഞ്ഞാണി ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത്, ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ എന്നിവർ സ്ക്വാഡിലുണ്ടായി. വായനയിലൂടെ നല്ല സംസ്കാരം രൂപപ്പെടുത്താൻ തലമുറയെ പ്രേരിപ്പിക്കുമെന്ന് പ്രശസ്ത കഥാകാരൻ ബാപ്പു വലപ്പാട് അഭിപ്രായപ്പെട്ടു. വാടനപ്പള്ളി ദാറുൽ അമാൻ വിമൻസ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, അതാണ് നമ്മളെ ഒരു തിരിച്ചറിവുണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പഠനത്തിലേക്ക് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ഈ ഭൗതിക പ്രവർത്തനം നമ്മൾ തുടങ്ങിയേ പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള അനുഭവം, അതുകൊണ്ടുള്ള തിരിച്ചറിവ് നമ്മൾ ഉൾക്കൊള്ളണം. സോഷ്യൽ മീഡിയയുടെ മുന്നേറ്റം വായനയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വായന ഉണ്ടെങ്കിലും പുസ്തകം വായിക്കുന്നതിലൂടെ കിട്ടുന്ന ഉത്തേജനം ഒന്ന് വേറെ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദാറുൽ അമാൻ അക്കാദമിക് ചെയർമാൻ A ജാഫർ അധ്യക്ഷനായി. കോളേജ് ലൈബ്രറിയിലേക്ക് ബാപ്പു വലപ്പാട് തൻ്റെ പുസ്തകങ്ങൾ നൽകി. മഹൽ സെക്രട്ടറി PS ബഷീർ, അഡ്മിനിസ്ട്രേറ്റർ ഫൈസൽ കിഴക്കേതിൽ, പ്രിൻസിപ്പൽ NVK മുഹമ്മദ് ഫൈസി, മുഹമ്മദ് നസീം ഫൈസി, കമ്മിറ്റി അംഗങ്ങളായ AM മുഹമ്മദ്, ഷാഹുൽ ഹമീദ്, യൂണിയൻ ചെയർപേഴ്സൺ താജുന്നീസ, ഫാത്തിമ, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് വടക്കേക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇല്ലന്നിറ ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ക്ഷേത്രം ജീവനക്കാരായ E രമേശൻ, ആശ, സമിതി ഭാരവാഹികളായ അന്തിക്കാട് പത്മനാഭൻ, സജേഷ്, ആകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കതിരുകൾ മണ്ഡപത്തിലെ പൂജകൾക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് നൽകി. വലപ്പാട് ഏങ്ങൂര് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി നന്ദു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ദേവിക്ക് കലശാഭിഷേകം, നവകം, നാഗങ്ങൾക്ക് പാലുന്നൂറും, മുത്തപ്പന് കലശം എന്നിവയുണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ സെക്രട്ടറി EB ദേവദാസ്, പ്രസിഡന്റ് സുരേന്ദ്രൻ, EG ചന്ദ്രബോസ്, രാജേഷ് കൃഷ്ണൻ, EK രാമകൃഷ്ണൻ, മനോജ്, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. അവരവരുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും മേലനുഭവിക്കാൻ പോകുന്നതുമായ എല്ലാവിധ അത്യാപത്തുകൾ, ഗ്രഹപ്രളകൾ, കാലദോഷങ്ങൾ, രോഗാരിഷ്ടങ്ങൾ, ശത്രുബാധ, പ്രാർത്ഥനബാധ, മരണബാധ, പ്രേതബാധ മുതലായ സകലവിധ ദുർബാധ, ഉപദ്രവദോഷങ്ങൾ ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും, ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് നമ്മൾ ഏർപ്പെടുന്നതായിട്ടുള്ള കർമ്മം, പ്രവൃത്തി, തൊഴിൽ, നമ്മുടെ മനസ്സ്, ബുദ്ധി, ശരീരം, കർമ്മം, ധനം, ലാഭം, ഭാഗ്യം, ഐശ്വര്യം മുതലായ നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടോ സകല കർമ്മകാര്യാദി മേഖലകളിൽ നിന്നും പടിയം ചൂരക്കോട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലന്നിറ ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി രാമചന്ദ്രൻ നമ്പ്രാന്തിരി പാതൂർമഠം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശേഷം നിറപുത്തരി, തുടർന്ന് ഔഷധ സേവ എന്നിവയുണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് നാരായണൻ കൊലയാമ്പറമ്പത്ത്, സെക്രട്ടറി രാജീവ് സുകുമാരൻ, ട്രഷറർ ഗിരീഷ് കുമാർ കൊലയാമ്പറമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള.
അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര ഭരണസമിതി വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ നൽകി. ക്ഷേത്രം ഖജാൻജി വി കെ ഹരിദാസൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്തിന് തുക കൈമാറി. ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ക്യാൻസർ രോഗത്തിൽ ദുരിതമനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് 5,000 രൂപ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ ഫാത്തിമ സലീമിനെ കൈമാറി. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാഴപ്പള്ളി ക്ഷേത്രം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. സ്വാതന്ത്ര്യദിനം എല്ലാം നമ്മൾ ഒരു ആചരിക്കൽ മാത്രമായി മറ്റാഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രത്യേകിച്ചും ആയുധങ്ങൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടവർക്കും കുടുംബങ്ങളെ ഒരുമിച്ച് ഒളിച്ചുപോയതിനും. തൃപ്രയാർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഐ ക്യാമ്പ് നടന്നു. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ചയാണ് ഐ ക്യാമ്പ് നടക്കുന്നത്. കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നു വരുന്നത്. 74 പേർ ക്യാമ്പിൽ പങ്കെടുത്തതിൽ 31 പേരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കും. ക്ലബ്ബ് സെക്രട്ടറി സാനി ജോസഫ്, സെക്രട്ടറി CR ഗണേഷ്, ക്ലബ്ബ് ഭാരവാഹികളായ ബിന്ദു സുരേന്ദ്രൻ, പ്രതാപൻ കളത്തിൽ, രഘു പുളിക്കൽ, യമുന പ്രതാപൻ, റോസ്മേരി സാനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ 125ഓളം പേര് പങ്കെടുത്തു. അതിൽ 51 ആളെ ഞങ്ങൾ ക്വാളിഫൈ ചെയ്ത് ഓപ്പറേഷൻ വേണ്ടി അയക്കുകയുണ്ടായി. ഇപ്രാവശ്യം ഇതുപോലെ തന്നെ അതിൽ കൂടുതൽ അംഗങ്ങൾ ഇവിടെ
പങ്കെടുത്ത് താഴത്തെ നിലയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാം കുറേശ്ശായിട്ട് ഞങ്ങളിവിടെ കണ്ണു പരിശോധിക്കാൻ വേണ്ടി മുകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തായാലും ഈ നാട്ടിൽ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും ഞങ്ങൾ രണ്ടാമത്തെ ഞായറാഴ്ച എന്ത് പ്രകൃതി ദുരന്തങ്ങളുണ്ടെങ്കിലും അത് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ ക്ലബ്ബിൽ നടത്തുന്ന ഏറ്റവും വലിയ ഒരു ചാരിറ്റി പ്രവർത്തനമാണിത്. നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്തറ താണിശ്ശേരി വെൽവെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി രാവിലെ നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, രാമായണ പാരായണം, പ്രസാദ വിതരണം, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി അരുൺ, കീഴ്ശാന്തി അമൽ എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ്, സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ മിനി കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് ഹൈസ്കൂളിൻ്റെ 1974-75 വർഷത്തെ SSLC ബാച്ചിൻ്റെ സുവർണ ജൂബിലി സംഗമം നടന്നു. സംഗമം രാധാകൃഷ്ണൻ ഉപ്പാറച്ചൻ ഉദ്ഘാടനം ചെയ്തു. തങ്കമണി സുധാകരൻ അധ്യക്ഷയായി. മുരളീധരൻ, പ്രതാപൻ, അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായി. ഈ പരിപാടി ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ വരുന്നിടത്ത് എനിക്കൊരു 5 തവണ ഞാൻ മൂകാംബിക പോണത് എൻ്റെ സൗകര്യം കൊണ്ട് വീട്ടുകാരെ മാറ്റി നിർത്തിയ ദിവസമായിരുന്നു. അന്ന് പ്രതാപം വന്ന് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ ഞാൻ പ്രതാപനോട് പറഞ്ഞു, എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല, പരിപാടി ഭംഗിയായിട്ട് നടക്കട്ടെ, അടുത്ത തവണ ഞാൻ എന്തായാലും ഉണ്ടാവും എന്ന് പ്രതാപനോട് വളരെ വിനയത്തോടു കൂടി പറഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്ക് മൂകാംബിക പോകാനൊരു അവസരം കിട്ടി. ഞാൻ നമ്മുടെ സീത ടീച്ചർ, മിസ്ട്രസ്സായിരുന്ന സീത ടീച്ചർ മരിച്ചപ്പോൾ അങ്ങോട്ട് വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഭാര്യയുടെ അനിയത്തി അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് ഇങ്ങനെ സീത ടീച്ചർ മരിച്ചു. അപ്പോൾ സീത ടീച്ചറെ വീട്ടിൽ പോയിട്ട് അവരുടെ തമ്പിനെ ആൾക്കാരൊക്കെ ഞാൻ കാണാൻ ഇടവന്നിട്ടുണ്ട്. ഇതേമാതിരി തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇത് മാത്രം പോരാ എന്നുള്ള ഒരു ചാരിറ്റി, നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ശുഭമുഹൂർത്തമാണ്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം. നമ്മുടെ ഇവിടെ ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഇല്ലം നിറയും നടന്നു. ക്ഷേത്രതന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട്, പുന്നപ്പള്ളിമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, രവി നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് CV സോജൻ, സെക്രട്ടറി KM രാമകൃഷ്ണൻ, രാജൻ പൊലിയടത്ത്, നന്ദൻ K, അജേഷ് ചെമ്മാനി, ഷൈൻ ചെമ്പകശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കൊടുക്കാൻ പാടില്ല, അധികം കൊടുക്കാൻ പാടില്ല.
തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതന ധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പ്രശ്നോത്തരി നടന്നു. നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. UP വിഭാഗത്തിൽ ഭാരത് വിദ്യാമന്ദിർ സ്കൂളിലെ ഹരിഗോവിന്ദ് ഒന്നാം സ്ഥാനം നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കഴിമ്പ്രം VPM SNDP സ്കൂളിലെ ആദിലക്ഷ്മി ഒന്നാം സ്ഥാനം നേടി. +1, +2 വിഭാഗത്തിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ സീതാ കല്യാണി ഒന്നാം സ്ഥാനത്തിനും അർഹയായി. സംസ്ഥാന ധർമ്മ പാഠശാല ഭാരവാഹികൾ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. അന്തിക്കാട് ശ്രീ കാർത്തികേയ ദേവി ക്ഷേത്രത്തിൽ ഇല്ലനിറ ഭക്തിസാന്ദ്രമായി മേൽശാന്തി ശങ്കരനാരായണൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് മനോജ് കുറ്റിപ്പറമ്പിൽ, സെക്രട്ടറി ഗോകുൽ കരിപ്പള്ളി, കമ്മിറ്റി ഭാരവാഹികളായ രവീന്ദ്രനാഥ്, നാരായണൻകുട്ടി, മധുസൂദനൻ, ഡോക്ടർ സുരേഷ്, വിജയൻ കേളങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തബാധിതർക്കായി നിർമ്മിച്ചു നൽകുന്ന 100 വീടുകളുടെ ധനസമാഹരണത്തിൻ്റെ ഭാഗമായി AIYF ചാഴൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പാട് ചാഴൂർ സെൻറ്ററുകളിൽ സംഘടിപ്പിച്ച തെരുവ് ഗാനമേള ശ്രദ്ധേയമായി. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി മിഥുൻ്റെ നേതൃത്വത്തിൽ കിരൺ, റില, റിമ, ഭാസുര, റസൂൽ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. പെരുങ്ങോട്ടുകര ആശുപത്രി മെഡിക്കൽ സെൻ്റർ നിർധന രോഗികൾക്കായി സൗജന്യ OP പരിശോധനാ കാർഡ് വിതരണവും മെഡിക്കൽ ക്യാമ്പും മഴക്കാല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. എവിടെയും ഇവിടെ മണ്ഡലത്തിൽ ഞാൻ ലോകത്തെ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ, എൻ്റെ പ്രവർത്തന മണ്ഡലം ഈ നാട്ടിക നിയോജക മണ്ഡലമാണ്. ഈ നാട്ടിക നിയോജക മണ്ഡലത്തിൽ നമുക്ക് എല്ലാ പഞ്ചായത്തിലും ഇങ്ങനെ ആരോഗ്യപരമായ ഇതിനു വേണ്ടിയുള്ള ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട് സൗജന്യ ചികിത്സ അടക്കം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ മാനേജ്മെൻറ്റ് അതിനോട് താല്പര്യം കാട്ടിയാൽ ഞാനും കൂടി അതിനകത്ത് സഹകരിക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന സൗജന്യ സഹായങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എല്ലാ മേഖലയിലും മരണപ്പെടാതെ ഇരിക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ എന്തൊക്കെ വേണം. ഇപ്പോൾ പല സ്ഥലത്തും നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ നമ്മുടെ ഈ ആരോഗ്യരംഗത്ത് ആശുപത്രിക്കൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായം നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 21 കോടി രൂപയുടെ വികസനമാണ് നമ്മുടെ ആരോഗ്യരംഗത്ത് നമ്മുടെ ആശുപത്രിക്ക് കൊടുത്തിട്ടുള്ളത്. അത് കൂടുതൽ മെച്ചപ്പെട്ടതായ വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാ പഞ്ചായത്തിലും ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള ആവശ്യമായ ഞാൻ ആശ്രയമായിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലെ ചരമാനം കൂടി ആലോചിച്ച് നമുക്ക് വലിയൊരു മാറ്റം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകരുത്. ചികിത്സ കിട്ടാതെ ഒരു അംഗവും മരണപ്പെടാൻ പാടില്ല എന്ന് തിയറി മനസ്സിലുള്ള ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. അശ്വിനി ഹോസ്പിറ്റൽ ചെയർമാൻ പ്രദീപ് ചന്ദ്രൻ അധ്യക്ഷനായി. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ജീന നന്ദൻ, രതി അനിൽകുമാർ, ആൻഡോ തൊറയൻ, അശ്വിനി വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ഷിനോയ്, മനോജ് പ്രാരത്ത്, അശ്വിനി മെഡിക്കൽ സെൻ്റർ അഡ്മിനിസ്ട്രേറ്റർ നാസർ എന്നിവർ സംസാരിച്ചു. അശ്വിനി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ ആദ്യ ഫ്രീ OP കൺസൾട്ടേഷൻ കാർഡ് വിതരണം ചെയ്തു. ഡോക്ടർ ഷിബിജ മഴക്കാല രോഗപ്രതിരോധം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. 108 നാളികേരം കൊണ്ട് നടത്തിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് മനയിൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആനയൂട്ടിന് ക്ഷേത്രമേൽശാന്തി വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം നൽകി. ഭഗവത് സേവ, നിറമാല, ചുറ്റുവിളക്ക്, കർക്കിടക മാസത്തോട് അനുബന്ധിച്ച് നടത്തിയ ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത്, അംഗങ്ങളായ ഗിരീഷ് മാത്തുക്കാട്ടിൽ, സുഷിൽ ചാളിപ്പാട്ട്, പ്രവീൺ ചെറുകര എന്നിവർ നേതൃത്വം നൽകി.
തിരുമേനി പുത്തല്ലൂർ മഹാശിവക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം 108 നാളികേരം കൊണ്ടുള്ള ഗണപതി ഹോമവും അതേപോലെ ഇന്ന് ആനയൂട്ടും അതിഗംഭീരമായി നടന്നു. വളരെയധികം ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ആനയൂട്ട് നടന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു മാസമായിട്ട് ഇവിടെ ഔഷധക്കഞ്ഞി സൗജന്യമായി വരുന്ന എല്ലാ ഭക്തർക്കും വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രസ്റ്റി ബോർഡിൻ്റെ തീരുമാനം നമ്മൾ അടുത്ത് തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നവീകരണവും എടുക്കാൻ നവീകരണ കലശവും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും. മണലൂർ സത്രം ഉറുമ്പിൻ തേവർ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് നടത്തിയ ശ്രീമദ് രാമായണ സപ്താഹയജ്ഞത്തിൻ്റെ അവസാന ദിവസം ഭക്തി നിർഭരമായി. അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ശ്രീരാമ പട്ടാഭിഷേകം, അവഭൃതസ്നാനം, മംഗളാരതി, അന്നദാനം എന്നിവ നടന്നു. ശ്രീമദ് രാമായണ സപ്താഹയജ്ഞത്തിന് യജ്ഞാചാര്യൻ ഗുരുവായൂർ മണിസ്വാമി നേതൃത്വം നൽകി. രാമായണ പാരായണം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. 2000-ഓളം ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രമേൽശാന്തി അക്ഷയ് മാനങ്ങത്തുമഠം, ക്ഷേത്ര സെക്രട്ടറി OS ശരത്, പ്രസിഡന്റ് CS മധുസൂദനൻ, സതീഷ് ബാബു, മോഹനൻ കോലാട്ട്, സുധീർ ലാൽ, ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി, രാമചന്ദ്രൻ വാര്യർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വാടൻപള്ളി ആലുംതാഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരമായി. നിരവധി ഭക്തർ പങ്കെടുത്ത ചടങ്ങുകൾക്ക് അനീഷ് ശാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രവർത്തന മികവിന് വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സംസ്ഥാന കായകൽപ്പ് അവാർഡ്. KP പ്രഭാകരന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. കർക്കിടക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച നാലമ്പല ദർശനത്തിന് തൃപ്രയാറിൽ വൻ ഭക്തജന തിരക്ക്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.